സഭയിൽ എല്ലാവരും തുല്യരും ക്രിസ്തുവിന്റെ ശുശ്രൂഷകരുമാണെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ മീറ്റ് ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുന്നതാണെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ബാങ്കോക്കിൽ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന ആഗോള നസ്രാണി പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കർദിനാൾ. 40ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ മീറ്റ് ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുന്നതാണെന്നും സഭയിലെല്ലാവരും തുല്യരും ക്രിസ്തുവിന്റെ ശുശ്രൂഷകരാണെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ബാങ്കോക്കിൽ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന ആഗോള നസ്രാണി പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കർദിനാൾ. ക്രിസ്തു സ്നേഹം പൂർണ്ണമായി ഉൾക്കൊണ്ട് ഒരുമിച്ച് മുന്നേറേണ്ട കാലഘട്ടമാണിത്. അതിന് ലോകമെമ്പാടുമുള്ള സമുദായാംഗങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരക്കണം. ധാർഷ്ട്യവും അഹങ്കാരവുമൊക്കെ സഭയെ ശിഥിലമാക്കും. സ്നേഹം കൊണ്ടും വിട്ടുവീഴ്ച കൊണ്ടും ക്രൈസ്തവീകത കൊണ്ടും നാം സഭയെയും സമുദായത്തെയും കെട്ടിപ്പടുക്കണമെന്നും കർദിനാൾ ആവശ്യപ്പെട്ടു. സമുദായ ബോധവും സമുദായ സ്നേഹവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് ഗ്ലോബൽ മീറ്റ് വഴിയൊരുക്കുമെന്നും ഗ്ലോബൽ നെറ്റ്വർക്ക് വിവിധ രാജ്യങ്ങളിലെ സമുദായ അംഗങ്ങൾക്ക് വലിയ സഹായമാകുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആഗോള നസ്രാണി പൊതുയോഗത്തിൽ ആർച്ച് ബിഷപ്പുമാരായ മാർ ജോസഫ് പെരുന്തോട്ടം, മാർ മാത്യു മൂലക്കാട്ട്, ബിഷപ്പ് ലെഗേറ്റ് മാർ റെമിജിയൂസ് ഇഞ്ചനാനിയൽ, ബിഷപ്പുമാരായ മാർ റാഫേൽ തട്ടിൽ, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ ജോസ് ചിറ്റുപറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്ലോബൽ മീറ്റിലെ പാനൽ ചർച്ചകളിൽ ജോസ് കെ മാണി എം പി, മോൻസ് ജോസഫ് എം.എൽ.എ, ഡീൻ കുര്യാക്കോസ് എം പി, തോമസ് ചാഴിക്കാടൻ എം പി, ജോർജ് കുര്യൻ, അഡ്വക്കേറ്റ് ജോജോ ജോസ്, ഫാദർ ബെന്നി മുണ്ടനാട്ട്, ഫാദർ ഫിലിപ്പ് കവിയിൽ, ഫാദർ സബിൻ തൂമുള്ളിൽ, ബെന്നി മാത്യു, അഡ്വക്കേറ്റ് പി ടി ചാക്കോ, ജോമി മാത്യു, ബെന്നി ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ അടുത്ത ആഗോള സംഗമം US-ൽ 2024 നടക്കുമെന്ന് സമിതി നേതൃത്വം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്യാന ന്യൂസ്.